ഹലോ നിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നോട്ട് നമ്മൾ ദ ബിഗിനിങ് ആഫ്റ്റർ ദ മാൻഹയുടെ സീസൺ 3 ആരംഭിക്കുകയാണ്. സോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 86 അതുപോലെ 87 എന്നീ രണ്ട് ചാപ്റ്റേഴ്സാണ്. സോ നേരെ കഥയിലോട്ട് കിടക്കാം. സോ 86ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ എലീജ ആർത്തറിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആർത്തർ, എടാ നമ്മുടെ ആദ്യത്തെ ദിവസമാണ് സൈറസ് അക്കാദമിയിൽ. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായി പോകാൻ പാടില്ല, അതുകൊണ്ട് നീയൊന്ന് എണീക്ക്. സോ അപ്പം നമ്മുടെ സിൽവി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ച ദേഷ്യത്തിൽ നമ്മുടെ എലീച്ചയുടെ മേത്ത് കയറിയിട്ട് അവൻ ഉപദ്രവിക്കുന്നുണ്ട്. സോ അച്ഛനും മോളും കണക്കാ. സോ അപ്പം നമ്മുടെ ആർത്തർ എണീക്കുന്നുണ്ട്. എലീച്ച, ഞാൻ എണീറ്റു, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം തയ്യാറാവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ആർത്തർ എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, നീ എന്തിനാണ് ഒരു സ്കോളർ മേജായിട്ട് സൈറസ് അക്കാദമിയിൽ ചേർന്നത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിരുന്നില്ലേ എനിക്ക് കൂടുതൽ മാജിക് തിയറീസ് പഠിക്കണം, അതിനാണ് ഞാനൊരു സ്കോളർ മേജായത്. സോ ഈ സ്കോളർ മേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ടും തിയറീസിലാകും ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാറ്റൽ മേജസ് എന്ന് പറഞ്ഞ മേജസും ഉണ്ട്. സോ നമ്മുടെ എലീജ ഒരു ബാറ്റൽ മേജായിട്ടാണ് സൈറസ് അക്കാദമിയിൽ ചേരാൻ പോകുന്നത്. ബാറ്റൽ മേജസ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബാറ്റൽസിലാണ്. അപ്പോൾ എലീജ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, പക്ഷേ നിനക്ക് എലക്റ്റീവ്സ് എടുത്തിട്ട് അതിൽ തിയറി പഠിക്കാമല്ലോ. നിൻ്റെ അക്കാഡമിക് ലൈഫ് മുഴുവൻ ഈ സ്കോളർ മേജസായി തിരഞ്ഞെടുത്ത് തീർക്കണോ? സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്, പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ബാറ്റൽ മേജസ് ക്ലാസ്സിനെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നില്ല, ഇടയ്ക്കൊക്കെ ഞാൻ ബാറ്റൽ മേജിൻ്റെ ക്ലാസ് എടുക്കും. സോ അപ്പോൾ എലീജ പറയുന്നുണ്ട്, അറിയാം, പക്ഷേ സ്കോളർ മേജസിന് ബാറ്റൽ മേജസ് അധികം വില കൊടുക്കാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഓ എലീജ, നീ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ? ഞാൻ നിന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, നീ കാരണം ആശുപത്രിയിലാവാൻ പോകുന്ന കുട്ടികളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. നീ അതൊന്നും ചിന്തിക്കണ്ട, ഞാൻ നല്ലതുപോലെ തന്നെ പെരുമാറിക്കോളാം. സോ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡൈനിങ് ഹാളിലോട്ട് ചെല്ലുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, രണ്ടുപേരും പെട്ടെന്ന് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ നമ്മുടെ എലനോർ പറയുന്നുണ്ട്, ഇത് ശരിയല്ല, എനിക്കും സൈറസ് അക്കാദമിയിൽ ചേരണം. നിനക്ക് സൈറസ് അക്കാദമിയിൽ ചേരണമെങ്കിൽ നീ നിൻ്റെ പരിശീലനം മുടക്കാതെ ചെയ്യ്, നിനക്ക് ചേരാൻ പറ്റും. സോ അപ്പോൾ നമ്മുടെ എലീജ ആലീസിനോട് പറയുന്നുണ്ട്, ആലീസ് ആൻറ്റി, എൻ്റെ മുഖം ഒന്ന് ഹീൽ ചെയ്ത് തരുമോ? അതിനെന്താ എലീജ, ഞാൻ ഹീൽ ചെയ്ത് തരാം, നിന്നെ സിൽവി പിന്നെ ആക്രമിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലീസ് എലീജയുടെ മുറിവൊക്കെ ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, എൻ്റെ മകൻ സൈറസ് അക്കാദമിയിലേക്ക് പോകുന്നു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനെ നമ്മൾ നന്നായി വളർത്തി അല്ലേ? അപ്പം നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, നമ്മളോ? ഞാൻ നല്ലതുപോലെ വളർത്തി എന്ന് പറ. സോ അതിനുശേഷം നമ്മുടെ ആലീസും റെയ്നോൾഡും ആർത്തറിനെ യാത്ര അയക്കുന്നുണ്ട്. അമ്മ അച്ഛാ, ഞാൻ കഴിയുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരാം. സോ അതിനുശേഷം അവൻ എലനോറിനോട് പറയുന്നുണ്ട്, എലനോർ, നീ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, അമ്മയും അച്ഛനെ നോക്കണം, പിന്നെ ഞാൻ തന്ന പെൻഡൻറ്റുകൾ നീ എപ്പോഴും ധരിക്കണം. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആർത്തർ, നിൻ്റെ അച്ഛനോട് നിനക്കൊന്നും പറയാനില്ലേ? സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, പിന്നെ പറയാനുണ്ടല്ലോ അച്ഛാ, അച്ഛൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ വീടൊന്നും കത്തിച്ച് കളയരുത്, എനിക്ക് ഇനിയും ഇങ്ങോട്ട് വരാനുള്ളതാ. ഇവനെ കൊണ്ട്. സോ ആ സീൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആർത്തർ സൈറസ് അക്കാദമിയിലേക്ക് എത്തുന്നുണ്ട്. അവസാനം ഞാൻ എത്തി. സോ അവിടെ കുറേ കുട്ടികളുണ്ട് അവരുടെ പെറ്റുമായിട്ട്. സോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്, വിദ്യാർത്ഥികളെ, മുമ്പിലുള്ള വെള്ള കെട്ടിടത്തിന് മുമ്പിൽ എല്ലാവരും വരിയായി നിൽക്കുക, എൻട്രൻസ് സെറമണി നിർബന്ധമാണ്. സോ ഇത് കേട്ടപ്പോൾ എല്ലാ കുട്ടികളും ആ കെട്ടിടത്തിന് മുമ്പിൽ വരിയായി നിൽക്കുന്നുണ്ട്. സോ ആ വരിയിൽ നമ്മുടെ ആർത്തറും എലീജയും നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ വരി ഈ വരിയിൽ നിന്ന് ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. സോ അപ്പോൾ ഒരു പെൺകുട്ടി വിളിച്ച് പറയുന്നുണ്ട്, എലീജ നെയ്റ്റ്, ബാറ്റൽ മേജ് കാൻഡിഡേറ്റ്, എർത്ത് മാജിക് അഫിനിറ്റി, സ്വാഗതം. സോ അതിനുശേഷം ആ പെൺകുട്ടി നമ്മുടെ ആർത്തറിൻ്റെ പേര് വിളിക്കുന്നുണ്ട്, ആർത്തർ ലേവിൻ, സ്കോളർ മേജ്, അഫിനിറ്റി ഫോർ എർത്ത് ആൻഡ് വിൻഡ്. സോ ആർത്തറിന് 2 എലമെൻറ്റ് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോ അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇല്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് പോകാം. സോ അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, എടാ നിനക്ക് 2 എലമെൻറ്റ് ഉപയോഗിക്കാൻ അറിയാലോ. ഇതറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒന്ന് സർപ്രൈസ് ആയതാണ്, വേറെ ഒന്നുമല്ല. സോ അങ്ങനെ ഇവർ രണ്ടുപേരും സൈറസ് അക്കാദമിയിലെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ എലീജ ഞെട്ടുന്നുണ്ട്, ഇത്രയ്ക്കും തിരക്കുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, ഇവിടെ സീറ്റുകളൊക്കെ വളരെ കുറവാണ്. സോ അങ്ങനെ നമ്മുടെ ആർത്തറും എലീജയെ ആ ഓഡിറ്റോറിയത്തിലൂടെ കുറേ നടന്നിട്ട് അവസാനം ഇവർക്ക് രണ്ടുപേർക്കും ഒരു സീറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ എലീജ ആവട്ടെ എടുത്തിരിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, എലീജ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഞാനെങ്ങനെയാണ് ഈ കുട്ടികളോടൊക്കെ സൗഹൃദം സ്ഥാപിക്കുക? ഞാനെല്ലാം മറന്നു പോയിരിക്കുന്നു. സോ അപ്പോൾ അവിടേക്ക് സിന്ധ്യ ഗുഡ്സ്കി വരുന്നുണ്ട്.
നമ്മുടെ ആർത്തറ കണ്ടപ്പോൾ സിന്ധ്യ കുഡ്സ്കി ഒന്ന് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. സോ എന്നിട്ട് നമ്മുടെ സിന്ധ്യ കുഡ്സ്കി അവരുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ സൗണ്ട് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം സൈലൻ്റ് ആവുന്നുണ്ട്. എന്നിട്ട് സിന്ധ്യ കുഡ്സ്കി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ തൊണ്ടൊക്കെ വേനിക്കും. ഞാനൊരു വൃദ്ധയാണല്ലോ. ഞാൻ സിന്ധ്യ കുഡ്സ്കി, സൈറസ് അക്കാദമിയിലെ ഡയറക്ടർ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡിക്കാത്തിൻ്റെ ഭാവി നേതാക്കളെ, പണ്ഡിതന്മാരെ, പോരാളികളെ. ഈ വർഷം വളരെ പ്രത്യേകത നിറഞ്ഞ വർഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും എൽസും അതുപോലെ ഡാർസും സൈറസ് അക്കാദമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏറ്റവും അനുയോജ്യമായവരെ കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യും. സൈറസ് അക്കാദമിയിലെ സ്റ്റുഡൻസ് കൗൺസിലിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സോ അപ്പോൾ ഇവിടേക്ക് സ്റ്റുഡൻസ് കൗൺസിലിലുള്ള കുട്ടികൾ വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ എലിജ പറയുന്നുണ്ട്, എടാ നോക്കടാ നമ്മുടെ ലിലിയ, അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈയടിക്കണം. ലിലിയ അടിപൊളി. സോ അപ്പോൾ അവിടേക്ക് അവസാനമായിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. അവളുടെ അഴക് കണ്ടിട്ട് നമ്മുടെ എലിജ പറയുന്നുണ്ട്, വാവ് ആരാണത്? സോ അപ്പോൾ നമ്മുടെ സിൽവി ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. നമ്മുടെ ആർത്തർ ആവട്ടെ അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, കുറേ കാലമായി കണ്ടിട്ട് ടെസിയ. സോ അപ്പോൾ നമ്മുടെ സ്വന്തം ടെസിയ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. സോ അപ്പോൾ രണ്ട് കുട്ടികൾ സംസാരിക്കുന്നുണ്ട്, എടാ ഇതാണ് ഞാൻ പറഞ്ഞ പ്രിൻസസ് എറാലിത്ത്. കഴിഞ്ഞ വർഷം മുതൽ സിന്ധ്യ കുഡ്സ്കിയുടെ ശിഷ്യയായിട്ട് ഇവിടെ ഉണ്ട്. ഓ നീ എന്താ പറയുന്നത്, സിന്ധ്യ കുഡ്സ്കിയുടെ ശിഷ്യയായിട്ടോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ല കഴിവുണ്ടായിരിക്കും. അതൊന്നും എനിക്ക് കാര്യമാക്കണ്ട, അവളെന്നെ ഒന്ന് നോക്കിയാൽ മതി. സോ അപ്പം നമ്മുടെ ടെസിയ സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടെസിയ എറാലിത്ത്, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കൗൺസിൽ പ്രസിഡൻറ്റ്. ആദ്യമേ തന്നെ നിങ്ങളെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും മികച്ച മേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിച്ചതിന്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. പക്ഷേ ഒരു വർഷം മുമ്പ് എനിക്ക് അക്കാദമി നിരീക്ഷിക്കാനുള്ള പ്രിവിലേജ് കിട്ടി. സോ അങ്ങനെ ഞാൻ അക്കാദമി നിരീക്ഷിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള പാഠങ്ങൾക്കും അതുപോലെ ബന്ധങ്ങൾക്കും പുറമെ സ്കോളർ മേജസിനെതിരെ അതികഠിനമായ ഡിസ്ക്രിമിനേഷൻ ഇവിടെയുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ പേരിൽ വരെ ഇവിടെ വേർതിരിവുണ്ട്. സ്കോളർ മേജസ് അതുപോലെ ബാറ്റൽ മേജസ് എന്നിവരിൽ ഇവിടെ വേർതിരിവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജാതി എന്തൊക്കെ വേർതിരിവുണ്ടാക്കും? ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ചോദിക്കുകയാണ്, പഴയ തലമുറയിലെ ദേഷ്യവും അതുപോലെ വൈരാഗ്യവും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൻ്റെ ഭാവിക്കായിട്ട് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാണോ? സോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, പപ്പ മമ്മയല്ലേ ഇത്, മമ്മയോട് പോയിട്ട് ആയി പറയേ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഏയ് സിൽവി എന്നു മുതലാ അവൾ നിൻ്റെ അമ്മയത്? സോ അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, എടാ ആർത്തർ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടടാ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഒന്ന് പോയടാ, നീ ഇതിനു മുമ്പ് 4 വട്ടം ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവള് വ്യത്യസ്തടാ. അതെ അവൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിനക്ക് അവളെ അറിയോ? പിന്നെ എങ്ങനെ നീ പറയുന്നത് അവൾ മാറിയിട്ടുണ്ടെന്ന്? സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ നീ ഒന്ന് വായടച്ചിരിക്കുമോ? സോ അതിനുശേഷം ഇവർ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ആകെ ബോറടിച്ച്. ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? സോ അപ്പോൾ അവിടെ ഒരു ഹ്യൂമണും അതുപോലെ ഒരു ഡാർഫും തല്ലിടുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ജാതിയിലെ വിവേചനം ഇവിടെ ഒരുപാടുണ്ട്. ടെസിയക്ക് ഇതൊരു തലവേദനയാകും. സോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡാർഫ് അവൻ്റെ നെഞ്ചിലുള്ള ഒരു ലോഗോ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബ്രോസ്നിയൻ ബൂർ എന്ന ഞാൻ നിക്കോളസ് ഡ്രൈൽ എന്ന നിന്നോട് വൈറ്റി ഒരു ഡ്യുവൽ പ്രഖ്യാപിക്കുന്നു. സോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹ്യൂമണ് അവൻ്റെ ദേഹത്തുള്ള ആ ലോഗോ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിക്കോളസ് ഡ്രൈൽ എന്ന ഞാൻ നീയുമായുള്ള ഡ്യുവൽ സ്വീകരിക്കുന്നു. സോ ഇവരുടെ ദേഹത്തുള്ള ഈ ലോഗോ എന്താണെന്ന് വെച്ചാൽ ഈ അക്കാഡമി കൊടുക്കുന്ന ഒരു ഉപകരണമാണിത്. സോ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഡ്യുവൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് 2 പേര് തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങാൻ ഈ ഉപകരണം ഉപയോഗിക്കും. സോ ഈ ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേര് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ അടുത്തൊരു ബാരിയൽ ഉണ്ടാകും. സോ ഈ ബാരിയലുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും ഈ 2 പേരുടെ ഫൈറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. സോ അങ്ങനെ ഇവരുടെ ഫൈറ്റ് തുടങ്ങുകയാണ്. സോ കുറച്ച് നേരത്തെ ഫൈറ്റിന് ശേഷം ഹ്യൂമൺ ആയിട്ടുള്ള നിക്കോളസ് ഡ്രൈൽ ഈ ഫൈറ്റിൽ ജയിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഫൈറ്റിൽ നിക്കോളസ് ഡ്രൈലാണ് ജയിച്ചത്. സോ അതുകൊണ്ട് ഈ ഫൈറ്റ് കഴിഞ്ഞു. ഈ ഫൈറ്റ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ബാരിയൽ അപ്രത്യക്ഷമായി പോവും. സോ ഇപ്പോൾ ആ ബാരിയൽ അപ്രത്യക്ഷമായിട്ട് പോയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ നിക്കോളസ് ഡ്രൈൽ ആ ഡാർഫിനെ പിന്നെ ആക്രമിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ എലീജോൻ്റെ മനസ്സിരിക്കുന്നുണ്ട്, ഇതാണ് എൻ്റെ ടൈം.
ഇപ്പോൾ അവനെ അടിച്ചാൽ എനിക്കിവിടെ ഒരു ഹീറോ ആവാൻ പറ്റും. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡൻറ്റ് വരുന്നുണ്ട്. സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡൻറ്റോ എവിടെ? സോ അപ്പോൾ നമ്മുടെ എലീജ് പറയുന്നുണ്ട്, ഏയ് ആർത്തർ നീ എന്താ കാണിച്ചത്? എനിക്കൊന്ന് മെയിൻ ആവാനുള്ള ചാൻസ് ആയിരുന്നു, അതങ്ങോട്ട് പോയി കിട്ടി. എന്ത് ധൈര്യത്തിലാ നീ എന്നെ പറ്റിച്ചത്? സ്കോളർ നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നോ? സോ അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, കൂൾ ബ്രോ, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നറിയണല്ലേ. അതുമാത്രമല്ല ഡ്യുവൽ എപ്പോഴും അവസാനിച്ചിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ അയാളെ ആക്രമിക്കാൻ പോയി. അപ്പോൾ നിക്കോളാസ് ഡ്രൈൽ പറയുന്നുണ്ട്, എൻ്റെ ഡ്യുവൽ എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല. നിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നിക്കോളാസ് ഡ്രൈൽ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ സിൽവി നിക്കോളാസിൻ്റെ ദേഹത്തേക്ക് തുപ്പുന്നുണ്ട്. സോ അപ്പം നിക്കോളാസ് തിരിഞ്ഞു നോക്കുമ്പോൾ ആർത്തർ സിൽവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സിൽവി ആണെങ്കിൽ ആർത്തറിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ അപ്പം നിക്കോളാസ് ഡ്രൈൽ പറയുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് നീ എന്നോട് അങ്ങനെ ചെയ്തത്? എന്നിട്ട് നിക്കോളാസ് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അപ്പോൾ അവിടേക്ക് നമ്മുടെ ടെസ്സിയ വരുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ചാപ്റ്റർ 87 അവസാനിക്കുകയാണ്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.